നമുക്കിനി കോൺഗ്രസിൽ എന്താണ് തൃശ്ശൂരിൽ സംഭവിച്ചത്, അതിലെന്ത് നടപടി വരാൻ പോകുന്നു എന്നതിന് ചില സൂചനകൾ വരുന്നു. കോൺഗ്രസിന് നാണക്കേടായി തൃശ്ശൂർ DCCയിലെ കൂട്ടത്തല്ല്. അക്ഷരാർത്ഥത്തിൽ നാണക്കേടായി. DCC അധ്യക്ഷൻ ജോസ് വള്ളൂർ ഉൾപ്പെടെ 20 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. DCC സെക്രട്ടറി സജീവൻ കുരീച്ചിറയുടെ പരാതിയിലാണ് കേസ്. ഇതുവരെ ഈ സംഭവം അറിയാത്ത പ്രേക്ഷകർക്ക് വേണ്ടി 2 വാചകത്തിൽ ചുരുക്കി പറയാം. കെ മുരളീധരന്റെ അനുകൂലിയാണ് ഈ DCC സെക്രട്ടറിയായ സജീവൻ കുരീച്ചിറ. ഇന്നലെ DCC സെക്രട്ടറിയെ സജീവൻ കുരീച്ചിറ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ നേരത്തെ ജോസ് വള്ളൂരിനെതിരെയും TN പ്രതാപനെതിരെയും ഒരുപാട് പോസ്റ്ററുകളൊക്കെ പതിച്ചിരിക്കുകയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നിൽ സജീവൻ കുരീച്ചിറയാണ് എന്ന് ജോസ് വള്ളൂർ ആക്ഷേപിച്ചുകൊണ്ട് തന്നെ മർദ്ദിച്ചു, അന്യായമായി സംഘം ചേർന്ന് തടഞ്ഞു വെച്ചു മർദ്ദിച്ചു എന്നതാണ് പരാതി. കൂട്ടത്തല്ലിൽ സംഘടനാ നടപടിയും വന്നേക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നടപടിക്ക് ദേശീയ നേതൃത്വം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KPCC അധ്യക്ഷൻ നാളെ തൃശ്ശൂരിലെത്തും. DCCയുടെ ചുമതല മുതിർന്ന സംസ്ഥാന നേതാവിന് നൽകാനും സാധ്യതയുണ്ട്. അലമീൻ തൊട്ടുമുക്ക് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അലമീൻ, കേരളത്തിൽ 18 സീറ്റും തൂത്തുവാരിയ UDFിൻ്റെ ശോഭ കെടുത്തുന്നതായിപ്പോയി തൃശ്ശൂരിലെ പരാജയം. പക്ഷേ അതിനേക്കാൾ ശോഭ കെടുത്തുന്നതായിപ്പോയി DCC ഓഫീസിലുണ്ടായ കൂട്ടത്തല്ല്. DCC പ്രസിഡന്റിനെതിരെ DCC സെക്രട്ടറി തിരിയുന്നൊരവസ്ഥയുണ്ടാവുന്നു. ഇന്നലെ എന്നോടൊപ്പം 7 മണിക്ക് സജീവൻ കുര്യച്ചിറ സംസാരിക്കുമ്പോൾ പറയുന്നത് DCC പ്രസിഡന്റും സംഘവും തന്നെ കൊറവളയ്ക്ക് പിടിച്ചു, കുത്തിന് പിടിച്ച് ഇടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വലിയ പരാതി ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല നാണക്കേടായിപ്പോയി എന്നൊരു തീരുമാനം എല്ലാവർക്കും ഉണ്ട്. അതിൽ എന്ത് നടപടിയാണ് ഇനി വരാൻ സാധ്യതയുള്ളത്? DCC പ്രസിഡന്റ് ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയെങ്കിൽ ചുമതലയിലേക്ക് ആരായിരിക്കും KPCC കണ്ടെത്തുക? അരുൺ, നാണക്കേട് എന്നതിനപ്പുറത്തേക്ക് ഇന്നലെ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചു. എന്ത് നടപടിയാണ് വരാൻ പോകുന്നത്, എന്തായിരിക്കും തുടർ നീക്കങ്ങളെന്നൊക്കെ പറയുമ്പോൾ പലരും പറഞ്ഞത് എന്ത് നടപടി വന്നിട്ട് എന്ത് കാര്യം, പാൽപ്പായസത്തിൽ പട്ടി നക്കി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ള പ്രതികരണമാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ നടത്തുന്നത്. കാരണം അത്രമേൽ നാണം കെട്ട അവസ്ഥയിലേക്ക് കോൺഗ്രസിനെ തള്ളിവിട്ടൊരു സാഹചര്യമാണ് തൃശ്ശൂരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് നേതൃത്വം കാണുന്നത്. ഇതിനേക്കാൾ വലിയ ഗ്രൂപ്പ് പോരൊക്കെ ഉണ്ടായപ്പോഴും ഈ രീതിയിൽ ചേരി തിരിഞ്ഞൊരു തല്ലുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയിരുന്നില്ല. പക്ഷേ ഇത് കൈവിട്ടു ഒരു സാഹചര്യത്തിൽ അതിന് ആ രീതിയിൽ തന്നെ നടപടിയിലേക്ക് കൊണ്ടുപോകണം, ട്രീറ്റ് ചെയ്യണമെന്നുള്ള നിർദ്ദേശം കേന്ദ്ര നേതൃത്വം തന്നെ നൽകിയിട്ടുണ്ട്. KC വേണുഗോപാൽ KPCC അധ്യക്ഷനോട് ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. അപ്പോൾ നാളെ ഏതായാലും KPCC അധ്യക്ഷൻ തൃശ്ശൂരിൽ പോകുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. അതോടൊപ്പം തന്നെ ഇനി DCCയുടെ ചുമതല സംസ്ഥാനത്തെ ഒരു മുതിർന്ന നേതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് നേരിട്ടുള്ളൊരു നിയന്ത്രണം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ആലോചിക്കുന്നത്. ഏതായാലും റിപ്പോർട്ട് പോയതിനു ശേഷമായിരിക്കും ഒരു നടപടി ഇക്കാര്യത്തിൽ വരിക. അത് DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം ചില പരാതികളൊക്കെ ഉന്നയിച്ചിരുന്നു നേതൃത്വത്തോട്. DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി വേണമെന്നായിരുന്നു ആവശ്യം. അത് തൻ്റെ പരാജയത്തിലേക്ക് ഇവരുടെയൊക്കെ ഇടപെടൽ ഉണ്ടായി, അല്ലെങ്കിൽ പരാജയത്തിന് ഇവർ പ്രവർത്തിച്ചു എന്ന ഒരു ആരോപണത്തിൻ്റെ പേരിലായിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ ആ രീതിയിലൊരു തിടുക്കപ്പെട്ട നടപടി വേണ്ട എന്ന നിലപാടിലേക്ക് KPCC നേതൃത്വം എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ് ഇന്നലെ ഈ ചേരി തിരിഞ്ഞുള്ള കയ്യാങ്കളിയിലേക്ക് പോയത്. അതോടുകൂടി നേതൃത്വവും ഒരു പുനർവിചിന്തനത്തിന് തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ കേസെടുക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ പോയൊരു സാഹചര്യത്തിൽ അതിനെ ആ രീതിയിൽ തന്നെ നേതൃത്വം കൈകാര്യം ചെയ്യുകയും ചെയ്യും. പ്രത്യേകിച്ച് ഒരു 2 മാസം കൂടി കഴിയുമ്പോൾ ചേലക്കരയിൽ ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യമുണ്ട്. അതിന് പിന്നാലെ തദ്ദേശ തിരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ജില്ലയിലെ ഗ്രൂപ്പ് പോര് ഈ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് നേതൃത്വം വിലയിരുത്തുന്നത്. എന്ന് മാത്രമല്ല, തൃശ്ശൂരിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാനാകുന്നത് സംസ്ഥാനത്തെ മുതിർന്ന മുഴുവൻ നേതാക്കളുടെയും അവരെയൊക്കെ പിന്തുടരുന്ന രീതിയിലുള്ള ആളുകൾ, അതായത് ഓരോ നേതാക്കൾക്കും ഓരോ ഗ്രൂപ്പ് എന്ന നിലയിലാണ് സംസ്ഥാനത്തെ പൊതു സാഹചര്യം. തൃശ്ശൂരിലേക്ക് പോവുകയാണെങ്കിൽ തൃശ്ശൂരിലുള്ള ഓരോ നേതാക്കൾ, ഈ സംസ്ഥാന നേതാക്കളുടെ പിന്മുറക്കാർ അവർക്ക് അവിടെ ഉണ്ടാകും. അവരുടെ പിന്മുറക്കാർ എന്ന നിലയിൽ അവരെ പിന്തുണയ്ക്കുന്ന ആൾക്കാരെന്ന നിലയിൽ ഗ്രൂപ്പുകൾക്ക് ഉള്ളിൽ മറ്റു ഗ്രൂപ്പുകൾ എന്ന നിലയിലാണ് തൃശ്ശൂരിലെ സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയായിരിക്കും ഇതിനെ നേതൃത്വം കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഏറെ പ്രധാനമാണ്. ഇന്നിപ്പോൾ സജീവൻ്റെ പരാതിയിൽ 20 നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് തൃശ്ശൂർ. അതിൽ DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ്. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ്. പക്ഷേ എന്നാൽ പോലും DCC അധ്യക്ഷൻ ഉൾപ്പെടെ പേരെടുത്ത് പറയുന്ന 7 പേരും കണ്ടാൽ അറിയാവുന്ന 13 പേരും, അങ്ങനെ 20 പേർക്കെതിരെയാണ് കേസ് വന്നിരിക്കുന്നത്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി KPCCയുടെ ഒരു നടപടി സംബന്ധിച്ചുള്ള തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഇനി അതല്ല, ഒരുപക്ഷെ നാളെ ചിലപ്പോൾ KPCC അധ്യക്ഷൻ അവിടെ പോയി സന്ദർശിച്ച് കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. പക്ഷേ അത്രത്തോളം വെച്ച് വൈകിപ്പിക്കുമോ എന്നുള്ളത് ഏറെ പ്രധാനമാണ്. ഇനി വെച്ച് വൈകിപ്പിച്ചാലും
ഇതിനേക്കാൾ കൂടുതൽ നാണം കെടാനൊന്നുമില്ല. അതുകൊണ്ട് കാര്യങ്ങൾ പരിശോധിച്ച് കൃത്യമായി നടപടി എടുക്കേണ്ടവർക്കെതിരെ നടപടി എന്ന നിലയിലേക്ക് നേതൃത്വം പോയാലും അതിശയപ്പെടാനല്ല. ഏതായാലും വലിയ തരത്തിലുള്ള ഒരു നാണക്കേട് കോൺഗ്രസിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള അതൃപ്തിക്കും കാരണമായിട്ടുണ്ട്. കെ മുരളീധരൻ പൊട്ടിച്ച വെടിയാണ് ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതെങ്കിൽ പോലും കെ മുരളീധരൻ അങ്ങനെ ഒരു പരസ്യ പ്രതികരണത്തിന് പ്രേരിപ്പിച്ചത് ജില്ലയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും സംഘടനാ പ്രശ്നങ്ങളും തന്നെയാണ് എന്നുള്ളതാണ് ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശരിയാണ് അലമീൻ പറഞ്ഞതുപോലെ കെ മുരളീധരൻ പറഞ്ഞതിൽ ചില സൂചനകൾ ഉണ്ടായിരുന്നു. അത് ശരിയാണെന്ന് ഇപ്പോൾ നാട്ടുകാർക്ക് ബോധ്യമായി. അതുവരെ ഉള്ളിൽ കണ്ടിരുന്നത് ഇപ്പോൾ നാട്ടുകാരും കൂടി കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. മാത്രമല്ല, എങ്ങനെയാണ് ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ആസ്ഥാനമൊക്കെ തകർന്നു പോകുന്നത് എന്നത് ഇങ്ങനെയുള്ള സംഘടനകളുടെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നാൽ പിന്നെ ആ പാർട്ടിയിലുള്ള വിശ്വാസം അണികളിൽ ചിലർക്കെങ്കിലും നഷ്ടപ്പെടും എന്നുള്ളതാണ്. നമ്മൾ വെസ്റ്റ് ബംഗാളിൽ ഇത് കണ്ടിരുന്നു, ത്രിപുരയിൽ നമ്മൾ കണ്ടിരുന്നു. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലും സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായി. ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും തോക്കുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമല്ലേ? അപ്പോൾ സ്വാഭാവികമായും അതിനെതിരെ ഇങ്ങനെ പ്രസിഡന്റും സെക്രട്ടറിയും കൂടെ തിരിഞ്ഞ് സംഘം ചേർന്ന് അടികൾ ഉണ്ടാക്കുക, അതും കെ കരുണാകരൻ്റെ പേരിലുള്ള DCC ഓഫീസിൽ ഇത്തരത്തിലുള്ള സംഘർഷം നടക്കുന്നത് ഒട്ടും പാർട്ടിക്ക് ഗുണകരമായ കാര്യമല്ല. പാർട്ടി ഉചിതമായ തീരുമാനം എടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുതിർന്ന സംസ്ഥാന നേതാവിനെ തന്നെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ പോകുന്നു എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പരിഹരിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.